ഹലോ ഫ്രണ്ട്സ്, ശിവാസ് ഫൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു യാത്ര പോയിട്ട് വരാം. വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ദുൽഖർ സൽമാൻ്റെ ചിത്രത്തിലെ ഒരു ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും സ്ഥലം ഏതാണെന്ന്. എങ്കിലും ഞാൻ ആ ഡയലോഗ് ഒന്നുകൂടി പറയാം. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ കാണാതെ സ്വർഗത്തിലോട്ട് ചെന്നാൽ അവിടുന്ന് ചോദിക്കും. ഇതായിരുന്നു ആ പ്രശസ്തമായ ഡയലോഗ്. അതുവരെ കേരളത്തിലെ വിനോദസഞ്ചാരികൾക്കിടയിൽ അത്ര പോപ്പുലറായ പേരായിരുന്നില്ല മീശപ്പുലിമല. എന്നാൽ സിനിമയും അതിലെ ഈ ഡയലോഗും ഹിറ്റായതോടെയാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് അവിടേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയത്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് മീശപ്പുലിമല. ആനമുടി കഴിഞ്ഞാൽ കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. മീശയുടെ രൂപത്തിലാണ് ഈ പർവ്വതനിര കാണപ്പെടുന്നത്. ഉയരം 2640 മീറ്റർ, അതായത് 8661 അടി. മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി വഴി അരുവിക്കാട് എസ്റ്റേറ്റ് കടന്നാൽ മീശപ്പുലിമലയിലേക്കുള്ള ബേസ് ക്യാമ്പിലെത്താം. ഇവിടേക്കുള്ള ട്രെക്കിംഗ് കേരള വനം വികസന കോർപ്പറേഷൻ മുഖാന്തരമാണ് നടത്തുന്നത്. മീശപ്പുലിമലയിലേക്ക് അനധികൃത ട്രെക്കിംഗ് അനുവദനീയമല്ല. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പവും ഉത്തരാഖണ്ഡിൻ്റെയും നാഗാലാൻഡിൻ്റെയും സംസ്ഥാന വൃക്ഷവുമായ കാട്ടുപൂവരശ് മീശപ്പുലിമലയിൽ ധാരാളമായി കാണപ്പെടുന്നു. ഇവിടുത്തെ ഒരു താഴ്വരയ്ക്ക് റോഡോഡെൻഡ്രോൺ വാലി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ബേസ് ക്യാമ്പിൽ ടെൻറ്റും 5 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരെയുള്ള റോഡോ വാലിയിലെ റോഡോ മാൻസിലും താമസ സൗകര്യം ലഭ്യമാണ്. ഹൃദയ തടാകം മീശപ്പുലിമലയിലുണ്ട്. മൂന്നാറിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ സൂര്യനെല്ലിക്ക് സമീപം ആനമല നിരകൾക്കും പഴനിമല നിരകൾക്കും ഇടയിലാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത്. കൊളുക്കുമല ടീ എസ്റ്റേറ്റ്, ടോപ്പ് സ്റ്റേഷൻ, തിപ്പടമല എന്നിവയും സമീപത്താണ്. നീലഗിരി തഹർ, സാമ്പാർമാൻ, കാട്ടുഗൗർ, കാട്ടുനായ്ക്കൾ, മടിയൻ കരടി എന്നിവയുൾപ്പെടെയുള്ള വന്യജീവികൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.